നമ്മളിപ്പോൾ റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നല്ല ലക്ഷറി വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്ലാസ്സിൽ അങ്ങനെ പലതും എഴുതി നോക്കുക. അതുപോലെ കാറ് പൊടിയൊക്കെ പിടിച്ച് കെടുക്കുകയാണെങ്കിൽ ആ പൊടി ഇടിച്ച് പലതും എഴുതുക. അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള നാണയം പോലത്തെ വസ്തുക്കൾ വെച്ചിട്ട് കാറിന് സ്ക്രാച്ച് ഒക്കെ ആക്കുക. ഇങ്ങനെയുള്ള സൈക്കോ ഹോബീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നല്ല ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാറിന്റെ ഗ്ലാസ്സിൽ ആവശ്യമല്ലാത്ത ഒരു കുറിപ്പ് വെച്ചതിന് 19കാരന് 1000 ദിർഹമാണ് ഇവിടെ UAE ഫൈൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. പൊതുനിയമ ലംഘനം നടത്തി എന്നുള്ള പേരിലായിരുന്നു ഇദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഭർത്താവും ഭാര്യയും കൂടി അവരുടെ ഏറ്റവും പുതിയ ലക്ഷറി ബ്രാൻഡ് ആയിട്ടുള്ള മെർസിഡീസ് ബെൻസ് എടുത്തിട്ട് പൊതു പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു. അവരൊരു കഫേക്ക് പോയതായിരുന്നു. കുറച്ചു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പം ഇവരുടെ കാറിന്റെ വിൻഷീൽഡിൽ ഒരു കുറിപ്പ് വെച്ചതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവരതെടുത്ത് വായിച്ചു. അപ്പൊ തന്നെ ഇവർ പോലീസിന് കംപ്ലൈന്റ് ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ പോലീസ് കൂടുതൽ ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ നടത്തി ആ ഒരു ഏരിയയിലുള്ള CCTV ഫോട്ടോസ് ഒക്കെ പരിശോധിച്ച ടൈമിലാണ് അബുദാബി രജിസ്ട്രേഷൻ ഉള്ള ഒരു വാഹന ഉടമയാണ് ഈ ഒരു സംഭവം ചെയ്തത് എന്നുള്ള കാര്യം പിടികിട്ടുന്നത്. ഈ ഒരു കേസിൽ ഇദ്ദേഹത്തിന് 19 വയസ്സേ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്വമേധയാ കുറ്റസമ്മതം നടത്തി താൻ പ്രാങ്ക് ചെയ്ത എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് 1000 ദിർഹം മാത്രമേ ഫൈനായിട്ട് കിട്ടിയിട്ടുള്ളൂ. ശിക്ഷയിൽ ഇളവ് വരുത്തുകയും ചെയ്തു. എന്നാൽ എപ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ UAE ചെറിയ നമ്പർ പ്ലേറ്റിന് പോലും വലിയ മില്യൺസ് കൊടുത്തിട്ട് ആളുകൾ മേടിക്കുന്ന കാറുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഒരു കൗതുകത്തിന് ഒരു പ്രാങ്ക് ആയിട്ട് ചെയ്യുന്നതാണെങ്കിലും ചിലവർ ഇത് സീരിയസ് ഒക്കെ ആയിട്ട് എടുത്തിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത്.